ബാക്ക് ടു മൈ ചാനൽ പിക്സൽ മൈനർ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്, മൾട്ടിപ്ലെയർ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. നിങ്ങൾ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഏതാണ്ട് മൾട്ടിപ്ലെയർ ഷാഡോ വെയിറ്റ് എന്നാണ് പുള്ളിയുടെ പേര്. ഇവനെ ഞാൻ ഗൈസ്. അപ്പോൾ നമുക്ക് ബേസിക് ടൂൾസിലോട്ടൊക്കെ പോവാം. മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്, അതിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. നിങ്ങളതൊന്ന് മരമാതിരി ഒന്ന് സഹിക്കണം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല. ബേസിക് ടൂൾസ് ആദ്യമേ ഉണ്ടാക്കി തുടങ്ങുക. മരം മുറിക്കടേ ഗൈസ്. പിന്നെ നമ്മുടെ അടുത്താണ് ഷാഡോ വെയിറ്റ് എന്ന് പറയുന്ന ആളിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങൾക്ക് പക്ഷെ കേൾക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ മരം വെട്ടിയ ഒരു ടൂൾസൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ്ട് ഇനി നമുക്ക് ബേസിക് ടൂൾസിലോട്ട് പോവാം. ആദ്യമേ ഇതെടുത്ത് പ്ലാങ്ക് ആക്കാം. ഒരുപാട് പ്ലാങ്ക് ആക്കാം. സ്റ്റിക്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഇനി നമുക്ക് ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കാം ആദ്യമേ, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം ഗായ്സ്. ഇനി പിക്കാറ്റ്സ് ഇത് വെച്ചൊരു സ്റ്റോണിൻ്റെ ലെവലിൽ പോവാം. ആ സ്റ്റോണിലെ ലെവലിൽ പോകണം. ഗായ്സ് ഇവിടെ സ്റ്റോൺ ഇല്ല. വാ നമുക്ക് സ്റ്റോൺ ഉള്ളെടുത്ത് പോയി ഞാൻ ഇച്ചിരി സ്റ്റോൺ എടുത്തിട്ട് വരാം. എടാ സ്റ്റോൺ ഇടാ, സ്റ്റോൺ ഇട്ട് പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട്. അതാ സ്റ്റോൺ ലെവലെത്തി ഞാൻ. പക്ഷേ ഞാൻ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ് അപ്പോൾ ഞാൻ ഈ സ്റ്റോണൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ഗൈസ് വേണ്ട, നമ്മൾ സ്റ്റോണിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് ഉണ്ടാക്കാം. ആദ്യമേ ഒരു പിക്കാറ്റ്സ്, ഒരു സോഡ്, ഒരു ആക്സ്, സ്റ്റിക്ക് കയറുന്ന ഒരു ഷവല്. ഇത്രയും ബേസിക് ഒരു ഇതും കൂടെ എടുത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഫുഡിൻ്റെ ഇതിലോട്ട് പോവാം. അയ്യോ വാട, ഇനി മരം വെട്ടാടാ ഗൈസ്. ഞാൻ കുറച്ച് ഫുഡ് എടുക്കട്ടെ. എടാ മരം വെട്ടറ, ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് എടുക്കാം. കുറച്ച് ബീഫ് കിട്ടി. ഇവിടെ അടുത്ത് മലയുണ്ടല്ല. അപ്പം ഇതൊരു നല്ല ഭയമാണ്. പക്ഷേ ഈ ഭയം വിട്ട് പോകണം. മൊത്തം സാൻഡ്, എനിക്ക് ഇഷ്ടമല്ലാത്ത ഭയമാണ് സാൻഡ് ഭയമാണ്. അതുകൊണ്ട് ഗൈസിനെ കുറച്ച് കോള് എടുക്കണം. കോളെടുത്താൽ ഇതുകൊണ്ടായി എണ്ണ എടുക്കണം. കോൾ എടുക്കണം. ഇതുകൊണ്ടിരിക്കുന്ന മരം വെട്ടണം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മരം വെട്ടി ഒരു ഇതിനകത്ത് കുഴിച്ചിരിക്കാം. വാടാ, കുറച്ച് മരം വെട്ടി കുഴിച്ചിരിക്കാം അതിനകത്ത്. ഇല്ലെങ്കിൽ സോംബീസ് വന്ന് നമ്മളെ കൊല്ലും. അയ്യോ വാടാ പോവാടാ, രാത്രിയായി. കുറച്ച് ഫുഡ്. ഇവിടെ ഷീപ്പില്ല. വാ നമുക്ക് കുഴിച്ചകത്തിരിക്കാം. നീ എവിടെ ഗായ്സ്? നമ്മൾ കുഴിച്ചകത്തിരുന്ന് അതിനകത്തിരുന്ന് ബാക്കി പണി നോക്കാം. എവിടാ? ഇവൻ ഞാൻ താണ്ട് ഇവിടെ ഉണ്ടേ. ഇവിടെ നിൽക്കാൻ കൊള്ളത്തില്ല. ഞാൻ ഇവിടെ. വാ അകത്ത് കയറ്. ഒന്ന് പെട്ടെന്ന് ഒന്ന് അകത്ത് കയറ് ഗൈസ്. ഇനി നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കണം. ഒരു ഫർണസും കൂടെ ഉണ്ടാക്കി നമുക്ക് ഇതൊക്കെ സ്മെൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചാർക്കോളൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചാർക്കോളും സ്റ്റിക്കും വെച്ച് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് പോവാം. ഞാൻ കുറച്ച് ചാർക്കോള്
അതിൻ്റെ ചാർക്കോളുണ്ട് ഗൈസ്. കുറച്ച് ചാർക്കോളും എടുത്ത് ടോർച്ച് ഉണ്ടാക്കാം. നമ്മുടെ വുഡ് തീരാറായി. ഓ ചാർക്കോൾ ഗൈസ്, വുഡിന് ക്ഷാമമാണല്ലോ. കുറച്ചും കൂടെ ചാർക്കോൾ എടുക്കാം. വാ ഗൈസ്, ഇനി മൈനിങ്ങിന് പോയി കുറച്ച് അയൺ ടൂൾസ് ആകണം. ഒരു കേവ് കിട്ടിയായിരുന്നു നമുക്ക് അതിനകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇപ്പം കേവില്ല. കേവ് ഉണ്ടായിരുന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു നല്ല സ്ഥലമായേനെ. അപ്പം ഇനി മൈനിങ്ങിലോട്ട് പോകുന്നൊരു ഇതാണ്. ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. കുറച്ചും കൂടെ ഗൈസ്, ഞാൻ ഈ ടോർച്ച് ഉണ്ടാക്കി ഇവിടെ എല്ലാം ഒന്ന് ലൈറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ അതാണ്ട് ഇനി മൈനിങ്ങിന് പോവാണ്. കുറച്ച് ടൂൾസ്, ഒരു അയണിൻ്റെ ഒരു ഇതിനാണ് മൈനിങ്ങിന് പോകുന്നത്. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് ഒരു വൈ ലെവൽ 29 എത്തണം. എങ്കിൽ അയണിൻ്റെ ഒരു ലെവൽ അതാണ്. ഞാൻ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അയണിൻ്റെ ലെവലാണോ എന്നൊരു സംശയം ആണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ ഞാൻ ഇന്ന് വെട്ടിയിടും. നോക്കൂ, ഇറങ്ങിപ്പോടാ. അയൺ കണ്ട ആക്രാന്തം. നമ്മൾ -1 ആയിരുന്നു പോലും. ഓ ഗൈസ്, ഇവനെ കൊണ്ട് മൈൻക്രാഫ്റ്റ് പുതിയതായിട്ട് കളിക്കുന്ന കേട്ടോ. അതിൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ, ആരും മറക്കരുത്. ഇവിടെ ഒരുപാട് അറിയുന്നുണ്ടാ. എടുക്ക് ഗൈസ്, ഇന്ന് എനിക്കൊരു ലക്കാണ്. ഒരുപാട് അയൺ കിട്ടി ഗൈസ്. ഇനി 20 ഞാൻ കാണിക്കാവേ. അപ്പോൾ ഗൈസ്, ആണ് നമുക്കൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു വലിയ കേവാണ്. അടിയിൽ ലാവയുണ്ട്. നമുക്ക് ഒബ്സീഡിയനൊക്കെ നല്ല ഒരു ഇതാണ്. അപ്പുറത്ത് ഇച്ചിരി കോളും ഉണ്ട് ഗൈസ്. അടുത്ത ലെറ്റ്സ് പ്ലേ തൊട്ട് ഞങ്ങൾ ഡിസ്കോഡായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത ലെറ്റ്സ് പ്ലേ തൊട്ട് ഡിസ്കോഡായിരിക്കും ഞങ്ങൾ കളിക്കുന്നത്. ഈ പ്രാവശ്യം ഡിസ്കോഡ് കളിക്കാൻ ഉണ്ട്. ചെറിയൊരു ഡിസ്കോഡിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പില്ലർ ചെയ്യട്ടെ. കുറേ ഉണ്ടേ ഗൈസ്. വലിയ കേവൊന്നും അല്ല, ഒരു അയൺ കിട്ടേണ്ട കേവൊക്കെയാണ്. ഞാനിവിടെ എടാ, എൻ്റെ സ്റ്റോൺ തീർന്നു. അതിലുണ്ട് എൻ്റെ 50 ഗൈസ്. ഇനി നമുക്ക് ഇട്ടിരിക്കുന്ന കുറച്ച് കോളും ഗൈസ്. എനിക്ക് അറിയത്തോണ്ട് ചോദിക്കുമോ, എല്ലാ വൈലവിലും ഈ കോപ്പർ കിട്ടുന്നുണ്ടല്ലോ. ഈ കോപ്പർ അത്ര സ്പെഷ്യലൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ സെറ്റ് ഗൈസ്. അടിയിലോട്ട് ഇറങ്ങാം. ഓക്കെ. അയ്യോ ചത്തില്ല. ഐ ആം എ പ്രോ പ്ലെയർ മൈൻക്രാഫ്റ്റ്. ഗൈസ്, ഇവിടെ വന്ന് കുറച്ച് കോൾ എടുക്കട്ടെ ഞാൻ ഗൈസ്. ഞാനേ കുറച്ച് കോൾ എടുക്കട്ടെ. ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വലിയ കേവൊന്നും അല്ല. ചുമ്മാ കുറച്ച് ഒബ്സീഡിയൻ കിട്ടും. എടാ, ഈ കേവ് മാർക്ക് ചെയ്ത് വെച്ചേട്ടോ. നമുക്ക് ഒബ്സീഡിയനെ അല്ലേടാ. കുറെ കോളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാവാ. ആടാ, വലിയ കേവാടാ. ഇന്ന് പറ്റുമെങ്കിൽ ഒരു അയൺ പിക്കാസ് അല്ല, അയൺ പിക്കാസ് പറ്റും. ഒരു ഷീൽഡ് വേണം കേട്ടോ ഫസ്റ്റില്. എടാ വാട, ഇവിടെ ഒന്നുമില്ല. വാ 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 വാ, നമുക്ക് അടിയിലോട്ട് കുഴിക്കാം. വാ, ഇതിൻ്റെ അടിയിലോട്ട് കുഴിക്കാം ഗൈസ്. ഇവിടൊക്കെ എല്ലാം കിട്ടിയാൽ അറിഞ്ഞുകൂടാ. വാ, ഇനി നമുക്ക് അടിയിലോട്ട് പോയിട്ട് ഒരു വൈ ലെവൽ -1 ഞാൻ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആണ്ട് മൈനസ് എത്താറായി. ഇനി ഒരു 3 ബ്ലോക്കും കൂടെ ആയാൽ നമ്മൾ വൈ ലെവൽ എത്തും ഗൈസ്. ഈ ഡയമണ്ട് -59 എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം.
അവിടെ വരാണ് ബെഡ് റോക്കിൻ്റെ ഒരു ഹൈ ലെവല്. പിന്നെ നമ്മുടെ ഈ ബെഡ് റോക്കിലേ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഒരു ചലഞ്ച് ഉണ്ട്. ബെഡ് റോക്ക് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ ഗായ്സ് ആണ് ഞാൻ കുഴിച്ചെത്തിയത് കഴിഞ്ഞ് ഞാൻ നേരെ കുഴിച്ചെത്തി ടോർച്ച് വെച്ചില്ല, നേരെ വന്ന് ഞാൻ താണ്ട ഒരു കേവിലോട്ട് വന്ന് ചാടി. എൻ്റെ അമ്മ സോംബിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ടോർച്ച് നോക്കട്ടെ. ലഷ് കേവ് ആണ് ഗായ്സ്, ലഷ് കേവ് കിട്ടി. അതേതാ ലഷ് കേവ് കിട്ടി? ആണ്ട ലഷ് കേവിൻ്റെ മറ്റേ സിറ്റി ഇവിടെ ഡയമണ്ട് ഉണ്ട്. ലഷ് കേവ് തന്നെ ഗായ്സ്, നമുക്ക് ലഷ് കേവ് കിട്ടി. ഗായ്സ് ഞാനേ എടാ വാ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഗായ്സ് ഞാനേ ഇവിടെ ടോർച്ച് ഒരു ഫർണസ് ഉണ്ടാക്കി അയണെല്ലാം ഒന്ന് സ്മെൽറ്റ് ചെയ്ത് ഒരു ഷീൽഡും പിക്കാറ്റ്സും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. ഗായ്സ് ഒരു മണ്ടത്തരം പറ്റിയിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്നില്ല. ഓ നോ. എടാ നമുക്ക് ഡെക്കറേഷനൊക്കെ താണ്ടേ ഈ ഒരു ഗ്രാസ് ഇല്ലേ, ഇതെടുത്ത് നമുക്കൊന്ന് ബോൺ മീൽ ചെയ്താൽ മതിയടാ, നമുക്ക് ഒരുപാട് കിട്ടും. ഇതൊക്കെ ഞാൻ എടുക്കട്ടെ? ഇപ്പം എടുക്കണ്ട, നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ട് മതി, എന്നിട്ട് മതി. അല്ല ഇപ്പോഴേ എടുത്ത് ഉള്ള എല്ലാം ജംഗിളൊന്നും അല്ലടാ, ലഷ് കേവ്. ഗോൾഡൻ അയണക്കേട് ഇവിടെ നല്ല ലൂട്ട് കിട്ടുന്നിടമാണ്. ഈ ഒരു ഫ്രൂട്ടില്ലേ, ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന. എടാ ഇതും കൂടെ എടുത്തോളാം, നമുക്ക് ഫുഡിനാവും. ആടട്ടോ ഗ്ലോബറീസ് കിട്ടും, ഗ്ലോബറീസ്. അയ്യോ ഗായ്സ് ആണ്ട ഗ്ലോബറി കിട്ടാറായി. ഗായ്സ് ഇവിടുന്ന് പറ്റുന്ന രീതി ഞാനൊന്ന് ലൂട്ട് ചെയ്തിട്ട് വിളിക്കാം ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് പറ്റുന്ന രീതി ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആണ്ട് ഇവിടെ ഒരു കേവ് ഞാൻ കണ്ടു, ഇനി ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കണം. അയ്യേ ഇവിടെ എൻഡിങ് അല്ല ഗായ്സ്, മേളിലോട്ടുണ്ട്. വാടാ മേളിലോട്ട് വാടാ, മേളിലോട്ട് ഒരുപാട് ലൂട്ട് കാണും. കേറി വാ. ഓ ടോർച്ചില്ല അതുകൊണ്ടിരിക്കുന്നേ. ഗായ്സ് ഞാൻ ഇവിടുന്ന് ഒന്ന് ലൂട്ട് ചെയ്തിട്ട് കാണിക്കാം ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് പരമാവധി പറ്റുന്ന അയണൊക്കെ എടുത്ത് ഇനി വെളിയിലോട്ട് ഇറങ്ങി ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്ത് കുറച്ച് വുഡും എടുത്ത് നമുക്ക് ബാക്കിയുള്ള വെളിയിലെ കേവൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ മേളിലോട്ടൊന്ന് കയറട്ടെ. മേളിലോട്ട് കയറിയോളാ. നീ ഞാൻ പൊട്ടിച്ചതൊക്കെ പൊട്ടിച്ച് പോരി ഗായ്സ്. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ഏത് വഴി? ഇതല്ലേ വഴി. ഇതൊക്കെ ഈ എൻ്റെ കൂടെ നിൽക്കുന്നവൻ തൊലച്ചാണ് വഴി. ഇവിടൊക്കെ മൊത്തം ഇവൻ കുഴിയാക്കിയിട്ട്. ഞാൻ മേളിലോട്ടൊന്ന് ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാവേ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.